യൂസേഴ്സ് പ്രൊഡക്റ്റ് റിവ്യൂ അത്യാവശ്യം ഒന്ന് യൂസ് ചെയ്ത് അത്യാവശ്യം കൊള്ളാം എന്ന് തോന്നിയപ്പം ഈ പവർ ബാങ്കിൻ്റെ റിവ്യൂവും കൂടെ ഒന്ന് ചെയ്തിട്ടേക്കാം എന്ന് വിചാരിച്ച് ചെയ്യുന്ന വീഡിയോ ആണിത്. ഇതിൻ്റെ ബോക്സിൽ പവർ ബാങ്ക്, കേബിൾ അത്രയേ ഉള്ളൂ. എങ്കിലും അത്യാവശ്യം സ്റ്റഡി ആയിട്ടുള്ളൊരു ഡിസൈനും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ബിൽഡ് ക്വാളിറ്റിയും ഉണ്ട്. കുറച്ച് ബൾക്കിയാണ്. പിന്നെ 20,000 mAh പവർ ബാങ്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ബൾക്കി ആയിരിക്കും. ഇതിന് 2 A ടൈപ്പ് പോർട്ടും അതുപോലെ ഒരു B and C ടൈപ്പ് പോർട്ട്സ് ആണ് വരുന്നത്. അതിൻ്റെ കേബിൾ എന്ന് പറയുന്നത് A ടൈപ്പ് ടു C ടൈപ്പാണ് അതിൻ്റെ കണക്റ്റേഴ്സ്. ഞാൻ എൻ്റെ ഫോണിൻ്റെ തന്നെ ചാർജർ യൂസ് ചെയ്താണ് ഇപ്പോൾ അഡാപ്റ്റർ യൂസ് ചെയ്യുന്നത്. അതിന് സെപ്പറേറ്റ് ഒന്നും വെച്ചില്ല, സെയിം ഫോണിൻ്റെ അഡാപ്റ്റർ വെച്ചിട്ടാണ് അതിനെ ചാർജ് ചെയ്തത്. അപ്പം എത്ര നേരം എടുക്കും ഇത് ഫുൾ ചാർജ് ആവാനെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഫുള്ളി ഡ്രെയിൻ ചെയ്തതിന് ശേഷം, ഞാൻ യൂസ് ചെയ്ത് മാക്സിമം ചാർജ് ഊറ്റിയെടുത്തതിന് ശേഷം അത് തീരെ ചാർജ് ആവത്തില്ല എന്നുള്ളൊരവസ്ഥയിൽ എത്തിയതിന് ശേഷം ഒന്ന് കുത്തിയിട്ട് നോക്കി. അപ്പം കുത്തിയിട്ട് ചാർജ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു 6 hours and 48 minutes 48 seconds ആണ് കിട്ടിയേക്കുന്നത്. അപ്പം 49 minutes നമുക്ക് കൂട്ടാം. അപ്പം ഒന്ന് ഫുൾ ചാർജ് ആയി കിട്ടി. അപ്പോൾ അങ്ങനെ ഫുൾ ചാർജ് ആയി കിട്ടിക്കഴിഞ്ഞ ശേഷം എത്ര പ്രാവശ്യം എൻ്റെ ഫോൺ ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പം 2-3 തവണ നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് 2 തവണ എൻ്റെ 6000 mAh ഉള്ള M30 സാംസങ്ങിൻ്റെ ഫോണ് എനിക്കൊരു 2 തവണ 100%, അതുപോലെ തന്നെ ഒരു തേർഡ് ടൈം ഒരു 75-80% വരെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓൺ ദ ഹോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത, അത്യാവശ്യം നല്ല മേക്കുള്ള, സ്റ്റഡി ആയിട്ടുള്ള ഒരു നല്ല പവർ ബാങ്കായിട്ട് എനിക്ക് തോന്നിയത്. അത്യാവശ്യം ട്രാവൽ ചെയ്യുന്ന, ഫോൺ ചാർജ് ചെയ്യാൻ മറന്നു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇൻ എനി കേസ് നല്ലൊരു പവർ ബാങ്ക് എന്ന് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണിത്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ബൈ.